ഈ ഒരു ഫോട്ടോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നത്? ഇതൊരു സ്വെറ്ററിന്റെ പാറ്റേൺ ആണ് ട്ടോ. പക്ഷെ ഞാൻ ഇതുപോലെയല്ല ചെയ്യുന്നത്. ഞാൻ ഇത് ഏറ്റവും സിമ്പിൾ ആയ രീതിയിലാണ് ട്ടോ ചെയ്യുന്നത്. ഇത് ബാക്കും ഫ്രണ്ടും സെയിം രീതിയിലുള്ള റെക്റ്റാങ്കിൾ ആയിട്ട് ചെയ്തു ട്ടോ. എന്നിട്ട് ഇത് ഞാൻ ചെയ്യുന്നത് ഷോൾഡറിന്റെ ഭാഗമാണ്. ഒരു റെക്റ്റാങ്കിളിന്റെ ഒരു ഭാഗത്ത് നമ്മൾ ഒരു ചെയിൻ അറ്റാച്ച് ചെയ്തിട്ട് രണ്ട് ചെയിൻ ഇട്ടിട്ട് ഡബിൾ ക്രോഷേ ചെയ്യാം ട്ടോ. നെക്കിന്റെ ഇവിടുത്തെ നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്ത് വെക്കണം. എന്നിട്ട് ആ ഒരു വരുന്നത് വരെ ഡബിൾ ക്രോഷേ മാത്രം ചെയ്യുക. എന്നിട്ട് നെക്കിന്റെ വിടുത്ത് എത്തി അവിടുന്ന് മുതൽ അടുത്ത നെക്കിന്റെ വിടുത്ത് വരെ നമ്മൾ സ്റ്റിച്ച് മാത്രം ചെയ്യാം കേട്ടോ. വീണ്ടും ആ സ്റ്റിച്ച് എത്തിയോടത്തുനിന്ന് വീണ്ടും രണ്ട് ചെയിൻ ഇടുക, വീണ്ടും ഡബിൾ ക്രോഷേ സ്റ്റാർട്ട് ചെയ്തിട്ട് എൻഡ് വരെ ചെയ്യുക. ഇത് ഷോൾഡറിന്റെ ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് വീതിയിൽ നിന്നോട്ടെ, കഴുത്ത് വല്ലാണ്ട് അങ്ങ് കുടുങ്ങണ്ട എന്നുള്ള രീതിയിലാണ് കേട്ടോ ഈ ഒരു പോർഷൻ ചെയ്യുന്നത്. ഇത് ഈ ഒരു ആ എൻഡ് വരെ അതുപോലെ ചെയ്യണം കേട്ടോ. അതാ ഡബിൾ ക്രോഷേ ഇട്ടിട്ട് നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ഇത് ആ ഒരു എൻഡ് വരെ ചെയ്യുക. ഇതേപോലെ തന്നെ മറ്റേ പീസിനും സെയിം രീതിയിൽ ചെയ്യാട്ടോ. ഇത് കണ്ടില്ല, ഇതിപ്പോ ഒരു ജസ്റ്റ് ഒന്ന് ഷോൾഡർ ഭാഗം അതേപോലെ ഈ ഒരു പീസിനും ചെയ്യാം. അപ്പൊ ഈ രണ്ട് പീസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് ഇത് ഈ രണ്ട് പീസിന്റെ ഇതാണ്ടോ, ഇതാണ് ഒരു വലിയ റെക്റ്റാങ്കിൾ പീസ് ആണ്. ഓക്കെ, ഞാൻ മൂക്കത്ത് അത്യാവശ്യം നല്ല ലെങ്ത്തിൽ വേണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇതുപോലെ ചെയ്തത്. ഇനി ഇതേപോലെ തന്നെ ഇത് നല്ല വശമാണ്. ഇനി രണ്ട് നല്ല വശങ്ങൾ കൂട്ടിയിട്ടാണ് കേട്ടോ ചെയ്യേണ്ടത്. ഈ സെയിം രീതിയിലാണ് അടുത്ത റെക്റ്റാങ്കിൾ പീസ്. അപ്പൊ നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് എന്നിട്ട് ചീത്ത വശങ്ങൾ തമ്മിലാണ് നമ്മളിവിടെ ജോയിൻ ചെയ്യുന്നത്. ഇപ്പൊ ആദ്യം ചെയ്യുന്നത് നമ്മൾ ഷോൾഡർ തുന്നി പിടിപ്പിക്കാൻ കേട്ടോ. ഇത് മുതൽ അത് വരെ, അതായത് അത് മുതൽ ഇതുവരെ ഷോൾഡർ തുന്നി പിടിപ്പിക്കുക. അതുപോലെ തന്നെ അവിടുന്ന് മുതൽ ആ അറ്റം വരെയും ഷോൾഡറിന്റെ ഭാഗം കൂട്ടി തുന്നുക. സ്റ്റിച്ച് മാത്രം ചെയ്താൽ മതി കേട്ടോ. നെക്കിന്റെ ഭാഗം ഒഴിവാക്കുക. എന്നിട്ട് ഇത് ചെയ്തതിന് ശേഷമുള്ള വീഡിയോ ഞാൻ നെക്സ്റ്റ് കാണിക്കാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് വീണ്ടും രണ്ട് റെക്റ്റാങ്കിൾ പീസും കൂടി ചെയ്യണം. അത് കൈക്ക് സ്ലീവിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നത് സൈഡ് അറ്റാച്ച് ചെയ്യുന്നത് ഞാൻ നെക്സ്റ്റ് പാർട്ടിൽ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് നെക്സ്റ്റ് പാർട്ട് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോന്റെ താഴെ കമന്റ് ചെയ്യണേ. ഇനി ഇതിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കുക. ഇതുപോലുള്ള ഇഷ്ടം പോലെ ക്രോഷേ വീഡിയോസ് ഞാൻ ചെയ്യുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ക്രോഷേ പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യൂ.